ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ ഇത്തവണ ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ CPM കളത്തിലിറക്കിയിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയായ വി ജോയിയാണ്. നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ച വി ജോയിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടുവരാം. നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷം ഈ പ്രാവശ്യം പാർലമെന്റിൽ കൂടുതൽ എത്തണം. ഇന്ത്യൻ പാർലമെന്റിന്റെ പൊതുസ്ഥിതി അനുസരിച്ച് കൃത്യമായ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ്. ആ ഇടതുപക്ഷത്തെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഈ നാട്ടുകാരനായ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. ആറ്റിങ്ങലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ് കൂടി ഇപ്പോൾ മലയാളി ന്യൂസൊപ്പം ചേരുകയാണ്. അവസാനഘട്ട ലാപ്പിലാണ്. എങ്ങനെ പോകുന്നു? വളരെ നന്നായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഒരു 4-5 ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നല്ല വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവെ ജനങ്ങളുടെ റെസ്പോൺസ് അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പം തുടക്കം മുതൽ നമ്മൾ ഈ ഓരോ ഘട്ടത്തിലും പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും ഇവിടുത്തെ ആളുകൾ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് വെച്ചത്? അത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു വികസനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. റോഡ് വേണം, കുടിവെള്ളം വേണം, പിന്നെ സ്കൂളിന് ബസ് വേണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് കൊടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ നമ്മളെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ ഈ അൺഎംപ്ലോയ്മെൻറ്റിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ഇടപെടൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംയോജിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ടാസ്ക്കായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എത്രത്തോളം അതിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം എടുക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ശക്തമായ സ്ഥാനാർത്ഥികളാണ് എതിരായിട്ടുള്ളത്. BJPക്ക് ആയാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിനായാലും. ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാവുമോ ഈ 2 സ്ഥാനാർത്ഥികളും? ഇല്ല, ഉണ്ടാവത്തില്ല. ഒരാൾ ഇപ്പോഴും തന്നെ വളരെ ഒരു നെഗറ്റീവ് സ്റ്റാൻഡിലാണ്. ആര്? നിലവിലുള്ള MP. അദ്ദേഹത്തിന് മറുപടി പറയാൻ ആളുകൾ ചോദിക്കുന്നതിന് നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉഴപ്പുകയാണ്. മറുപടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. മറ്റേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നാടിനു വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടി അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവരൊരു കടുത്ത വെല്ലുവിളി എനിക്ക് ഉയർത്തുന്നില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അത് ഇത്തവണയും BJPക്ക് ലഭിക്കും? അല്ല, കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് കുറച്ച് വൈകാരികമായിരുന്നു. അത് ഈ ശബരിമല വിഷയമെല്ലാം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നതാണ്. അത്രയും ഒരു കാര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കോൺഗ്രസ് വോട്ടുകളുടെ മാറ്റം എങ്ങനെയിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വോട്ടിംഗ് നില. അതാണ് പ്രശ്നം. ജയിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന്. അത് നമുക്ക് കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യം വന്നല്ലോ. BJP അങ്ങോട്ട് വോട്ട് മറിച്ചു കൊടുത്തല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം തിരിച്ചും ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വർക്കലയിലെ MLA കൂടിയാണ് താങ്കൾ.
നിങ്ങളെ വിട്ടു നൽകാൻ അവിടുത്തെ ആളുകൾ തയ്യാറാകുമോ? MP ആയി പോകുമ്പോൾ ഞങ്ങൾക്ക് MLA നഷ്ടപ്പെട്ടെന്ന് അറിയോ? അല്ല, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എനിക്കിനി 2 വർഷം 1.5 വർഷമേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ ഇതിലനുസരിച്ച് ഒരു 2 ടേമേ പറ്റുള്ളൂ. MP ആക്കുകയാണെങ്കിൽ എനിക്ക് 5 വർഷം കിട്ടും, അവരോടൊപ്പം നിൽക്കാൻ പറ്റും. അവിടുത്തെ ആളുകളോടൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എന്താണ് അവരോട് പറയുന്നത്? ഇല്ല, അവർ വളരെ സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് അല്ലെങ്കിൽ 1.5 വർഷമേ ഉള്ളൂ. 1.5 വർഷം വേണോ 5 വർഷം വേണോ? 5 വർഷം മതി. നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ തുടങ്ങിയോ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ? ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ചൂടി പിടിച്ച ചർച്ചയിലേക്ക് ഏതാ പോയത്? അല്ല, അത് മറ്റേ ഇരട്ട വോട്ടാണ്. ഇരട്ട വോട്ടിന്റെ കാര്യത്തിലാണ് ഒരു വലിയ ചൂടുപിടിച്ച ചർച്ച നടക്കുന്നത്. അത് ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗം തന്നെയാണ്, അതിലൊരു കാര്യമുള്ളതല്ല. അത് പിന്നീട് ഇപ്പോൾ ബോധ്യപ്പെടും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് ആറ്റിങ്ങൽ. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളിലേക്ക് ഈ ത്രികോണ മത്സരത്തെ നോക്കിക്കാണുന്നത്? അതെ, ഇപ്പോഴത്തെ നിലയിലൊരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസും നമ്മളും തമ്മിലാണ് മത്സരം നടക്കുന്നത്. എന്നാൽ മറ്റവർ പുറകിലുണ്ട്. അത് ചിലപ്പോൾ ഒരു 1-2 ദിവസം കൂടെ കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രീതി പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിലയിൽ UDFും LDFും തമ്മിലുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ നേരിട്ട് നടക്കുന്നത്. ഇപ്പം വി മുരളീധരൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിന് ലഭിക്കില്ല ജനങ്ങൾക്കിടയിൽ? ഇല്ല, വരില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു ആക്സസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പുള്ളി എടുത്തതിന് തെളിയിക്കാൻ പുള്ളിക്കൊന്നുമില്ല. ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് ഇന്നത് ഈ നാടിനു വേണ്ടി ചെയ്തു, ഇന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാനില്ല. അതാണ് പ്രശ്നം. ഇടതുകോട്ട ഇത്തവണ നമ്മൾ തിരിച്ചു പിടിക്കും. ഒരു സംശയമില്ല, ഇത്തവണ നമ്മൾ തിരിച്ചു പിടിക്കും. ഏകദേശം എത്ര ഭൂരിപക്ഷമായിട്ട് പ്രതീക്ഷിക്കുന്നു? അത് അല്പം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ഞങ്ങൾ നന്നായി ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ മകനായി, സഹോദരനായി, സുഹൃത്തായി, കൂട്ടുകാരനായി നിങ്ങൾ എന്നെ കരുതി ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. 1000 നന്ദി.